വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ. നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്, ഇനി വരാൻ പോകുന്ന ചാമ്പ്യൻസ് ലീഗ് സീസൺ തൊട്ട് 32 ടീമുകളല്ല 36 ടീമുകളാണ്. അപ്പോൾ അതായത് 4 എക്സ്ട്രാ ടീമുകൾക്കുള്ള അവസരമുണ്ട്. അപ്പോൾ അതിനകത്ത് 2 ടീമുകൾക്ക് സെലക്ഷൻ കിട്ടുന്നത് 5ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത് കഴിയുമ്പോഴാണ്. ഇപ്പോൾ നമുക്കറിയാം ടോപ്പ് 4 ടീമുകൾക്കാണ് ചാമ്പ്യൻസ് ലീഗിലേക്ക് ക്വാളിഫിക്കേഷൻ കിട്ടുക. അപ്പോൾ ഇനി 5ാമതൊരു ടീമും കൂടിയും ഈ പറയുന്ന പോലെ ഓരോ ലീഗുകളിൽ നിന്ന് കിട്ടും. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ UEFA കോഎഫിഷ്യൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അതായത് ഇപ്പോൾ ഒരു ലീഗിലെ ടീമുകൾ നന്നായിട്ട് ചാമ്പ്യൻസ് ലീഗ് അല്ലെങ്കിൽ കോൺഫറൻസ് ലീഗ്, യൂറോപ്പ ലീഗിലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ കോഎഫിഷ്യൻറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ഒത്തിരി ടീമുകൾ നന്നായിട്ട് പെർഫോം ചെയ്യുകയാണെങ്കിൽ അവരുടെ കമ്പൈൻഡ് കോഎഫിഷ്യൻറ്റ് നോക്കിയിട്ടാണ് ഇത് അടിസ്ഥാനമാക്കിയിട്ടാണ് ഇത് സെലക്ട് ചെയ്യപ്പെടുന്നത്. ഫോർ എക്സാമ്പിൾ, സീരിയ ക്ലബ്ബുകൾക്ക് അടുത്ത വർഷത്തെ സീസണിലേക്ക് വരുമ്പോൾ 5ാം പ്ലേസ് കിട്ടാനായിട്ട് 97% ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സീരിയ ക്ലബ്ബുകൾ ഇത്തവണ യൂറോപ്യൻ കോമ്പറ്റീഷനിൽ നന്നായിട്ട് പെർഫോം ചെയ്തിരുന്നു. ഇപ്പോൾ അവർക്ക് പറ്റിയൊരു അടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസിയോ ആണെങ്കിലും ഇൻ്റർ ആണെങ്കിലും നാപ്പോളിയൊക്കെ ആണെങ്കിലും അവർ റൗണ്ട് ഓഫ് 16 പുറത്തു പോയി. അതേസമയം തന്നെ അവരുടെ ചില ക്ലബ്ബുകൾ യൂറോപ്പ ലീഗിലുണ്ട്, കോൺഫറൻസ് ലീഗിലുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ 97% ചാൻസ് അവർക്കാണെന്നാണ് പറയുന്നത്. കാരണം അവരുടെ കോഎഫിഷ്യൻ്റ് മുകളിലേക്ക് പോയി. അതേസമയം തന്നെ 2ാം സ്ഥാനത്ത് അല്ലെങ്കിൽ 2ാമത്തെ ലീഗ് ഏതായിരിക്കും എന്നുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കോമ്പറ്റീഷൻ നടക്കുന്നത്. അത് ഇംഗ്ലണ്ടും അതുപോലെ തന്നെ ജർമ്മനിയും തമ്മിലാണ്. ഇപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിലവിൽ UCL ക്വാർട്ടർ കളിക്കുന്ന ആഴ്സണലുണ്ട്, സിറ്റി ഉണ്ട്. അതുപോലെ തന്നെ യൂറോപ്പ ലീഗിലേക്ക് വരുമ്പോൾ അവിടെ വെസ്റ്റ് ഹാമും ലിവർപൂളുണ്ട്. പിന്നെ കോൺഫറൻസ് ലീഗിൽ ആസ്റ്റൺ വില്ല ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ക്ലബ്ബുകളൊക്കെ ഉള്ളത് കാരണം ഇംഗ്ലണ്ടിന് അവിടെ ഒരു മുൻതൂക്കമുണ്ട്. അതേസമയം തന്നെ ബുണ്ടസ് ലീഗയ്ക്കും ഏറെക്കുറെ ഈക്വലായിട്ടൊരു മുൻതൂക്കമുണ്ടെന്ന് പറയാൻ കാരണം ക്വാർട്ടർ ഫൈനലിൽ അവരുടെ 2 ടീമുകളുണ്ട്, ഡോർട്ട്മണ്ടും ഉണ്ട്, അതുപോലെ ബയേണും ഉണ്ട്. പിന്നെയാണെങ്കിൽ ലെവർകൂസൻ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ലെവർകൂസൻ അങ്ങനെ ഫൈനലിലേക്ക് ചെല്ലും, അവർ ട്രോഫി അടിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ ഇത് നേരെ ഫ്ലിപ്പാവും, ബുണ്ടസ് ലീഗയ്ക്കാവും ആ ഒരു കോഎഫിഷ്യൻറ്റിന് മുന്നിലേക്ക് എത്തുക. അതുമാത്രമല്ല, ബയേണോ ഡോർട്ട്മണ്ടൊക്കെ മുന്നേറി കഴിഞ്ഞാൽ അവിടെയും ബുണ്ടസ് ലീഗയ്ക്ക് അനുകൂലമായിട്ട് കിട്ടും. അതേസമയം തന്നെ ആഴ്സണലും സിറ്റിയോ അടുത്ത സെമിയിലേക്ക് കയറുകയാണെങ്കിൽ ഏറെക്കുറെ ഇംഗ്ലീഷ് ടീമുകൾക്ക് ഉറപ്പിക്കാമെന്ന് തന്നെ പറയാം. അപ്പോൾ 5ാം സ്ഥാനത്തിന് വേണ്ടിയിട്ടായിരിക്കും സീസണിൻ്റെ അവസാനത്തേക്ക് വരുമ്പോൾ വലിയൊരു കോമ്പറ്റീഷൻ നടക്കാൻ പോകുന്നത്. ഇപ്പോൾ പ്രീമിയർ ലീഗിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ 5ാം സ്ഥാനത്തിന് വേണ്ടി കോമ്പീറ്റ് ചെയ്യുന്ന 3 ടീമുകളാണ്. നിലവിൽ 4ാം സ്ഥാനത്ത് നിൽക്കുന്ന ആസ്റ്റൺ വില്ലയാണ്, അവർക്ക് 56 പോയിൻ്റ് ഉണ്ട്. അതേസമയം തന്നെ തൊട്ട് പുറകിൽ ടോട്ടനം ഉണ്ട്. അപ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ ആസ്റ്റൺ വില്ലയ്ക്ക് ഒരു മത്സരം കുറവാണ് കളിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മാൻ യുണൈറ്റഡ് ആണെങ്കിലും 6ാം സ്ഥാനത്തുണ്ട്. യുണൈറ്റഡിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ഓപ്പണിങ് തുറന്നു വരുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യുണൈറ്റഡിൻ്റെ സീസൺ അവസാനിക്കാറാകുമ്പോഴേക്കുള്ള മത്സരങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ടീമുകളെ കമ്പയർ ചെയ്യുമ്പോൾ, ഇപ്പോൾ വില്ലേനെയും ടോട്ടനത്തിനെയും കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി ഈസിയാണ്. അതേസമയം തന്നെ വില്ലയ്ക്കും ടോട്ടനത്തിനൊക്കെ ആണെങ്കിൽ ഒത്തിരി ടഫ് ഫിക്സ്ചേഴ്സ് ഉണ്ട്. മാൻ സിറ്റി, ലിവർപൂള്, അതുപോലെ തന്നെ ആഴ്സണലിനൊക്കെ നേരിടേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ യുണൈറ്റഡിന് ചെറിയൊരു ഓപ്പണിങ് അവിടെ വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുപോലെ സിരിയ ക്ലബിനാണ് 97% ചാൻസ് പറയുന്നത് അടുത്ത സീസണിൽ 5ാം സ്ഥാനത്തായാണെങ്കിലും ചാമ്പ്യൻസ് ലീഗ് കളിക്കാനായിട്ട്. അപ്പോൾ അവിടെ മുന്നിട്ട് നിൽക്കുന്നത് റോമയാണ്. റോമ അവരെ ഏറെക്കുറെ 5ാം സ്ഥാനം സേഫാണെന്ന് തന്നെ പറയാം. അതുപോലെ ബുണ്ടസ് ലീഗയിലേക്ക് വരുമ്പോൾ അവർക്കും ശരിക്കും പറഞ്ഞൊരു ആവശ്യമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 4ാം സ്ഥാനത്ത് നിൽക്കുന്ന ഡോർട്ട്മണ്ടാണ്, 5ാം സ്ഥാനത്ത് നിൽക്കുന്ന RB ലൈപ്സിഗാണ്. ഇവർ തമ്മിൽ 1 പോയിൻറ്റിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബുണ്ടസ് ലീഗ ക്ലബ്ബുകൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഗുണം കിട്ടാൻ പോകുന്നത് RB ലൈപ്സിഗിനും ഡോർട്ട്മണ്ടിനും ആയിരിക്കും. അപ്പോൾ അതാണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് ഏത് ടീമാണ് അല്ലെങ്കിൽ ഏത് രാജ്യത്തെ ക്ലബ്ബുകളാണ് കയറാൻ പോകുന്നതെന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് അതാ ഫീൽ ചെയ്യുന്നതെന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റായിട്ടിടുക.